നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ ജോലിയിൽ നിൽക്കുന്ന വ്യക്തിയും ഒരു ബിസിനസ്സുകാരനും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ചാണ്. പ്രൊഫഷണൽ ജോലിയിൽ നിൽക്കുന്ന ആളുകളെ അവരുടെ ജീവിത ശൈലികൾ, അവരുടെ വരുമാന മാർഗങ്ങൾ, ഇതെല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള ചില പൊസിഷനുകളിലൂടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു ബിസിനസ്സുകാരനെ എടുക്കുമ്പോൾ അവൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അവൻ എപ്പോഴും പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ്റെ നിലവിലുള്ള ബിസിനസ്സിനെ വളർത്തുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ കൂടുതൽ റവന്യൂ നേടുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. നിലവിലുള്ള ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇതിനൊക്കെ പരിമിതികൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ റവന്യൂവിനെ പറ്റി അവൻ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു ജോലി മാറുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ജോലി മാറുന്ന സമയത്ത് വീണ്ടും കൂടുതൽ പ്രയാസങ്ങൾ നേരിടും. അതേപോലെ തന്നെ വരുമാന മാർഗങ്ങൾ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ അവൻ്റെ ചിലവുകളെ അവൻ പല സമയങ്ങളിലും പരിമിതപ്പെടുത്തേണ്ടതായിട്ട് വരും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു ജോലിയിൽ തുടരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ ഒരു ബിസിനസ്സുകാരൻ ഇന്ന് ലോകത്ത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകളായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രൊഫഷണലിൽ വളർന്ന ആളുകൾ സമ്പന്നരായിട്ടില്ല എന്നുള്ളതല്ല, അത് വളരെ കുറഞ്ഞ പെർസെൻറ്റേജ്, ഒരു 2-3% മാത്രമേ നമുക്ക് അതിൽ നിന്ന് കാണാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള സമ്പന്നരായിട്ടുള്ള എല്ലാവരും എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവരൊരു ബിസിനസ്സായിട്ട് ഒന്നെങ്കിൽ അവരുടെ പ്രൊഫഷനെ ബിസിനസ്സാക്കി മാറ്റിയവരായിരിക്കും, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരായിട്ട് വളർന്നു വന്ന ആളുകളായിരിക്കും. ഇവിടെയാണ് നമ്മൾ ഏതൊരു പ്രൊഫഷനിൽ നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ പ്രൊഫഷനെ ഒരു ബിസിനസ്സാക്കി മാറ്റുന്നതിലൂടെ നമുക്ക് കൂടുതൽ സമ്പത്ത് നേടിയെടുക്കുവാനും നമ്മുടെ ജീവിത വിജയം നേടിയെടുക്കുവാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫി മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് അവരുടെ ആ മേഖലയെ എങ്ങനെ ഒരു പ്രൊഫഷണൽ ജോലിയെ എങ്ങനെ ഒരു ബിസിനസ്സാക്കി മാറ്റാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫി മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പല കാറ്റഗറി ഓഫ് ഫോട്ടോഗ്രാഫിയിലൂടെ ആയിരിക്കും അദ്ദേഹം കടന്നു പോകുന്നുണ്ടാവുക. അദ്ദേഹം ചില സമയങ്ങളിൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിലേക്ക് പോകുന്നുണ്ടാവും, ചില സമയത്ത് മറ്റുള്ള ആക്ടിവിറ്റി ഫോട്ടോസ്, ഈവൻറ്റ് ഫോട്ടോസുകളൊക്കെ എടുക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ഇൻഹൗസ് സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയിലായിരിക്കാം അദ്ദേഹം ജോലി ചെയ്യുന്നത്. ഏത് മേഖലയിലാണെങ്കിലും, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി മേഖലയിൽ ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന 18ഓളം ബിസിനസ് അവസരങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ബിസിനസ് അവസരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനും ഒരു ബിസിനസ് രംഗത്തേക്ക് കടന്നു വരാം. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ബിസിനസ്സുകൾ കൊണ്ട് ഇദ്ദേഹത്തിന് കിട്ടുന്ന നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ വലിയ ഒരു ബ്രാൻഡായി, ഒരു ബിസിനസ് ബ്രാൻഡായിട്ട് വളരാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ വളരുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണ്? ഇദ്ദേഹത്തിന് ലോങ് ടൈമിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രൊഫഷനെ ഒരു ബിസിനസ് ആക്കുന്നതിലൂടെ ലോങ് ടൈമിലേക്ക് ഒരു കസ്റ്റമർ അക്വിസിഷൻ ഇദ്ദേഹത്തിന് നടക്കും. അതേസമയം ഇദ്ദേഹം ഒരു ജോലിക്കാരനായിട്ട് ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റൊരു ഫോട്ടോഗ്രാഫറുടെ കീഴിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ രൂപത്തിൽ എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഇദ്ദേഹത്തിന് സ്ഥിരമായിട്ടൊരു കസ്റ്റമർ ഡാറ്റാ ബാങ്ക് ഉണ്ടാവില്ല. പല സമയത്തും ഉള്ള ഡാറ്റാ ബാങ്കുകൾ എന്ത് ചെയ്യും, മറ്റുള്ള കോമ്പറ്റേറ്ററുകൾ അടിച്ചുകൊണ്ട് പോകും. ഈ ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉള്ള പ്രയാസങ്ങൾ അങ്ങനെയാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ നമ്മളൊരു ബ്രാൻഡായിട്ട് നമ്മളുടെ ബിസിനസ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ബ്രാൻഡ്. ഈ ബ്രാൻഡിന്റെ പ്രത്യേകത എന്താണ്? ഒരു ഫാമിലിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ആ ബ്രാൻഡ് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആ ബ്രാൻഡിന്റെ സർവീസിൽ അവർ സംതൃപ്തരായി കഴിഞ്ഞാൽ അവർ പിന്നെ ആ ബ്രാൻഡിനെ അവരൊരിക്കലും എന്ത് ചെയ്യില്ല, വിട്ടുകളയില്ല. അവർ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യും, ഇല്ലേ? അങ്ങനെ നമുക്ക് ധാരാളം കസ്റ്റമർ ഡാറ്റാ ബാങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഒരു ലോങ് ടൈം ബിസിനസ് നമുക്ക് ഫോം ചെയ്യാൻ കഴിയും. പിന്നെ ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇത് നടത്തുന്നതോടുകൂടി ഈ ബിസിനസ് ഓണർ ആവുന്നത് ആരാണ്? ഈ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന പ്രൊഫഷനിൽ നിന്നിരുന്ന ആളാണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇവർക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഡെലിഗേറ്റ് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇതൊരു മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഈ ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയും, കൂടുതൽ ഏരിയകളിലേക്ക് ഈ ബിസിനസ് വ്യാപിപ്പിക്കാൻ കഴിയും.
നമുക്കറിയാം, ഇന്ന് നിങ്ങൾ ഓൺലൈനിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലും വിദേശത്തും ധാരാളം വെഡിങ് ഫോട്ടോഗ്രാഫി കമ്പനികൾ തന്നെ നിലവിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് പ്രാധാന്യം കൂടി വരുന്നത്? ഇതൊരു ബ്രാൻഡഡ് ബിസിനസ് ആക്കി മാറ്റാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ്. നമ്മളൊരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി ഒരു ഫോട്ടോഗ്രാഫി ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരേ സമയം ഒരുപാട് പ്രൊജക്റ്റുകളെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക്, ക്വാളിറ്റി പ്രൊജക്റ്റുകളെ ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഒരു ബിസിനസ് ലാൻഡ്സ്കേപ്പ് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് കൊമേഴ്സ്യൽ ഫോട്ടോഗ്രാഫി. ഇന്ന് കൊമേഴ്സ്യൽ ഫോട്ടോഗ്രാഫിക്ക് വളരെ വലിയ സാധ്യതകൾ വർദ്ധിച്ചു വരുന്നു. അത് ഇൻഡിവിജ്വൽ വ്യക്തികളെ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കമ്പനികളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആളുകൾ പോകുന്നത്. വലിയ വലിയ കമ്പനികളാണ് കൊമേഴ്സ്യൽ ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് ആവശ്യക്കാരായിട്ട് വരുന്നത്. അവർ വലിയ കമ്പനികളെയാണ് തിരഞ്ഞെടുക്കുന്നത്. അവർക്ക് കൃത്യമായിട്ട് നമ്മുടെ പ്രൊഫൈലുകളൊക്കെ നോക്കി കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ നോക്കിയിട്ടൊക്കെയാണ് അവർ കൊമേഴ്സ്യൽ ഫോട്ടോഗ്രാഫിയിലേക്ക് ആര് വേണം എന്ന് തീരുമാനിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മേഖലകൾ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു ട്രെയിനിങ് ബിസിനസ് ആക്കി നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു ട്രെയിനിങ് ബിസിനസ് ആക്കി നിങ്ങൾക്ക് ഇത് മാറ്റിക്കൊണ്ടുവരാൻ കഴിയും. വർക്ക്ഷോപ്പുകളും ട്രെയിനിങ് പ്രോഗ്രാമുകളും ഒക്കെ സംഘടിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് ബിസിനസ് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെയാണ് കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള ഒരു വലിയ മേഖല ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം, ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഒക്കെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇല്ലേ? ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾക്ക് അവരുടെ ആ ഒരു കണ്ടന്റ് ക്രിയേറ്റിംഗ് രീതികളെ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ പ്രൊഫഷണൽ ആക്കി മാറ്റിക്കൊണ്ട് കണ്ടന്റ് ക്രിയേറ്റർ ബിസിനസ് നമുക്ക് ആരംഭിക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ധാരാളം മേഖലകൾ ഇന്ന് ഫോട്ടോഗ്രാഫി മേഖലയിൽ നമ്മൾക്ക് വേണ്ടി ബിസിനസ് അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ബിസ് ബ്രാൻഡ് ലേണിംഗ് ഹബ്ബ് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. താങ്ക് യു.